ഒരു ജിബൂട്ടിയൻ സുന്ദരിയാണ് റിസപ്ഷനിസ്റ്റ്. പേര് ഇബ. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. നഗരവാസിയോ ജിബൂട്ടിയുടെ ഏതോ ഉൾനാട്ടിൽ നിന്ന് എത്തിയവളോ ആകാം. അവൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്കുള്ള മുറി ഒരുക്കി തന്നു. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരും നല്ല വിദ്യാസമ്പന്നരുമെല്ലാം ജിബൂട്ടിയിലുമുണ്ട്. ഇവളെപ്പോലുള്ള ധാരാളം പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടി ജിബൂട്ടിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പലരും ജോലി തേടി വിദേശങ്ങളിലേക്ക് പോകുന്നുമുണ്ട്. 706 നമ്പർ മുറിയാണ് എനിക്ക് അനുവദിച്ചത്. ചെക്ക് ഇൻ പൂർത്തിയാക്കി സുരേഷ് മടങ്ങി. 7-ാം നിലയിലെത്തി. മുന്നിൽ ഇടതുഭാഗത്ത് കാണുന്നതാണ് 706 നമ്പർ മുറി. ഏറ്റവും ആധുനികമായ ഹോട്ടൽ. മുറി ഉന്മേഷദായകമാണ്. നല്ല ബെഡ്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ. ജിബൂട്ടി എന്ന ദരിദ്ര രാജ്യത്തല്ല ഇപ്പോൾ നിൽക്കുന്നതെന്ന് തോന്നും. ടോയ്ലറ്റും അതിലെ സംവിധാനങ്ങളുമെല്ലാം നല്ല വൃത്തിയും ഭംഗിയുമുള്ളത് തന്നെ. പുതിയ ഹോട്ടലാണെന്നതുകൂടിയാവാം ഈ വൃത്തിയുടെ ഒരു കാരണം. മുറിയുടെ ജാലകത്തിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. യമന്റെ തലസ്ഥാനമായ സനയെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് ജാലകത്തിലൂടെ കണ്ടതാണ് ഇപ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത്. ഏതാണ്ട് 50 വർഷം മുൻപ് എല്ലാ അറബി രാജ്യങ്ങളുടെയും പട്ടണക്കാഴ്ച ഈ വിധം തന്നെയായിരുന്നിരിക്കണം. ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ ഉയരും മുൻപ് ദുബായിയും അബുദാബിയുമൊക്കെ ഇങ്ങനെയായിരുന്നു. എസ് കെ പൊറ്റക്കാട് സന്ദർശിക്കുന്ന കാലത്ത് ആഫ്രിക്കയിലെ വലിയ പട്ടണങ്ങളുടെ രൂപവും ഇങ്ങനെയായിരുന്നിരിക്കാം. 2ഉം 3ഉം നിലയുള്ള കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ ജനവാസ പ്രദേശങ്ങൾ. ജിബൂട്ടിയിലെ പല കെട്ടിടങ്ങളും ഇപ്പോഴും കൊളോണിയൽ ശൈലി നിലനിർത്തുന്നുണ്ട്.